ഹായ് ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മൊത്തം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് മൊത്തത്തിൽ കാണാം. എല്ലാ ടീച്ചേഴ്സും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഓരോ ടെക്സ്റ്റ് ബുക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, വലിയ സംഭവമാക്കാനൊന്നും. എന്നാലും എന്തൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം, കൈയോടെ കാണാം. നമ്മൾ PDF-ഉം അതുപോലെ തന്നെ PDF സോഫ്റ്റ് കോപ്പി മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഹാർഡ് കോപ്പി എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കറക്റ്റ് പരിചയപ്പെടുത്തിരും ഏതൊക്കെയാണ് ഓരോ ടെക്സ്റ്റ് ബുക്കിൽ. ഓക്കെ, അപ്പോൾ ആദ്യം സോഷ്യൽ നോക്കുകയാണെങ്കിൽ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. സോഷ്യലിലെ 2 ടെക്സ്റ്റ് ബുക്ക് എൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇംഗ്ലീഷ് മീഡിയം മലയാളം സോഷ്യലിൽ ഓൾറെഡി നമ്മളൊരു വീഡിയോ കറക്റ്റ് കാര്യം ചെയ്തിരുന്നു. പക്ഷേ ഇനി മലയാളം ജയ്സൽ സാർ എൻ്റെ തൊട്ടത്. ജയ്സൽ സാറേ, എങ്ങനെയാണ് മലയാളം ടെക്സ്റ്റ് ബുക്ക് എത്തിയില്ലേ? മലയാളം പൊതുവെ മക്കൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു സിലബസാണ് ഇത്തവണ ഉള്ളത്. എല്ലാ തവണത്തെയും പോലെ കേരള പാഠാവലി ആകട്ടെ, നമ്മൾ സാധാരണ പോലെ ആട്ടക്കഥയും കഥകളിയും കഥയും കവിതയും ഇങ്ങനെയുള്ള എല്ലാ ലേഖനങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള ഒരു വിശദമായിട്ടുള്ള അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, മലയാള സെക്കൻഡ് അടിസ്ഥാന പാഠാവലി അതിനേക്കാൾ ഈസി. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടാണ് മലയാളം ടെക്സ്റ്റ് ബുക്ക് ഇറങ്ങാറുള്ളതെങ്കിൽ ഇത്തവണ ഒരൊറ്റ പാർട്ടായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. 5 യൂണിറ്റും ഒറ്റ ബുക്കിനകത്താണുള്ളത്. അതുകൊണ്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒറ്റ ബുക്കായിട്ട് സ്കൂളിലേക്ക് ഒരു കൊല്ലം മുഴുവൻ പോകാൻ പറ്റും. അപ്പോൾ 2-3 പുസ്തകമായിട്ട് പോകണം ഉദ്ദേശം. ഓക്കെ, യെസ്. ഇനി ഇതാ വർണ്ണ മിസ് ചെയ്യുക. എൻ്റെ ഇംഗ്ലീഷ് ആയിട്ട് ഇവിടെ മിസ് ഇവിടെ ഉണ്ട്. ഇംഗ്ലീഷ് എനിക്ക് തോന്നുന്നു ഞാൻ എടുത്ത് നോക്കുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ടോപ്പിക്സ് ഒക്കെ കണ്ടു. നല്ല രസമുള്ള ലെസൺസ് ഒക്കെയാണ്. പിന്നെ എനിക്കൊന്ന് ഗ്രാമർ ഒക്കെ നോക്കുന്ന സമയത്താണെങ്കിലും കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ പാറ്റേൺ ഒക്കെ തന്നെയാണ് കാണുന്നത്. അപ്പം നമുക്ക് ഒരുപാട് അങ്ങോട്ട് വേറെ പുതിയതായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ കഴിഞ്ഞ വർഷം തൊട്ടേ ഫ്രേസൽ വേർബ്സും പിന്നെ ഇങ്ങനെ കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്, അതൊക്കെ ഇവിടെയും കാണുന്നുണ്ട്. ഈസി ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് ആണ്. പിന്നെ ബാക്കി പിന്നെ ഇപ്രാവശ്യം കാണുന്നൊരു വെറൈറ്റി എന്താ വെച്ചാൽ വർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ച് പേജസ് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതൊരു എന്താ പറയാ, എനിക്കൊന്നും അവർക്ക് കുറേ കൂടെ കാര്യങ്ങൾ ചെയ്ത് പഠിക്കാൻ. ഇപ്പം നമുക്ക് ഇത് പൊതുവെ ഇംഗ്ലീഷിനെ വെച്ച് നോക്കുമ്പം പ്രാക്ടീസ് കുറവാണെന്നാണല്ലോ പറഞ്ഞത്. സോ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കുറച്ച് പേജസ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് ആക്ച്വലി ഗുഡ്. നല്ല കാര്യമാണ്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് ബുക്ക് തന്നെ ആവട്ടെ, ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇംഗ്ലീഷും വലിയ കുഴപ്പമില്ല, നമുക്ക് ഏതായാലും പഠിച്ചിടാൻ കഴിയുന്നതാണ് പറയുന്നത്. പിന്നെ നിങ്ങളെ സ്വന്തം ഡാനിസാർ ഡാൻസാർ സീറ്റിൽ 2 ടെക്സ്റ്റ് ബുക്ക് കൂടെ കാണാം. ഭൗതിക ശാസ്ത്രം, ഫിസിക്സ്. ഡാൻസാർ നമ്മൾ വരുന്നതിൻ്റെ മുന്നേ വരുന്ന വിചാരിക്കുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി നോക്കാം. വെർ ഈസ് റിജു സാർ? റിജു സാറിൻ്റെ രസതന്ത്രം എൻ്റെ കയ്യിലിവിടെ ഉണ്ട്. രസതന്ത്രം കെമിസ്ട്രി 2 ടെക്സ്റ്റ് ബുക്ക് കൂടെ കിടക്കുന്നുണ്ട്. ഏതാണ് നമ്മുടെ മലയാളം ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് കെമിസ്ട്രിയുടെ. ജസ്റ്റ് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ. കുഴപ്പമില്ലാതെ എന്തൊക്കെ ഉണ്ട് തോന്നുന്നുണ്ടല്ലേ. ഏതായാലും റിസാർ ഇവിടെ വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം കേട്ടോ. യെസ്, ഫിസിക്സ് പിന്നെ സുഹേൽ സാർ ഇവിടെ ഉണ്ട്. നമുക്ക് തൽക്കാലം സുഹേൽ സാറിനെ പിടിക്കാം. ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് സുഹേൽ സാർ, ഫിസിക്സിനെ പറ്റി പറയും. എങ്ങനെയുണ്ട് ടെക്സ്റ്റ് ബുക്ക്? നല്ല അഭിപ്രായം. ഇത് നല്ലൊരു ഇതാണ്. പച്ച നിറത്തിൽ ചട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. 1-ാം പാഠം കഴിഞ്ഞ 9-ാം ക്ലാസ്സിലെ ഒരു പാഠം കൂടി മുമ്പോട്ട് ഇട്ടിട്ടുണ്ട്. 2-ാം പാഠം കഴിഞ്ഞ വർഷത്തെ ഒരു ചാപ്റ്ററിന് എന്ത് ചെയ്തു, ഒന്ന് വെട്ടിമുറിച്ചു. അവിടെ 5-ാം പാഠത്തിന് വെട്ടിമുറിച്ചിട്ട് കുറച്ച് എക്സ്ട്രാ കണ്ടന്റ് കയറ്റി. 3-ാം പാഠം ഓൾമോസ്റ്റ് കഴിഞ്ഞ വർഷത്തെ സെയിം ചാപ്റ്റർ തന്നെയാണ്. മീൻസ് 6-ാം പാഠം 3-ാം പാഠമാക്കി, 4-ാം പാഠം പഴയ 2-ാം പാഠം അങ്ങോട്ടാക്കി. അപ്പോൾ വലിയ മാറ്റങ്ങളൊന്നുമില്ല, പഠിക്കാൻ കഴിയും, വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈസി സാധനം. പിന്നെ വേറെന്താ കേൾക്കാനുള്ളത്? അതുപോലെ സമാധാനത്തിൽ പഠിക്കാൻ കഴിയും അല്ലേ. പിന്നെ ഇപ്പോൾ നമ്മൾ പറയാനുള്ളത് ബാക്കിയെല്ലാം പറഞ്ഞോ? സോഷ്യൽ ഞാൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സോഷ്യൽ എന്ത് പേടിക്കാനായിട്ട്, സോഷ്യൽ അത് കാണിച്ചു തരാം. സോഷ്യൽ ഇതാണ്, നമ്മുടെ ഇംഗ്ലീഷും ഉണ്ട്, അതുപോലെ തന്നെ മലയാളം ഉണ്ട്. പലരും ഇത്തവണ ഏറ്റവും കൂടുതൽ മാറ്റം, ബാക്കി എല്ലാവരും ഒരു മാറ്റം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറയാനുള്ള ഏറ്റവും കാര്യം, നല്ല മാറ്റം, നല്ല ചേഞ്ച് എവിടെ ഉണ്ട്, സോഷ്യലുണ്ട്. കാരണം മറ്റൊന്നല്ല, സോഷ്യലിൻ്റെ ഒരു ചാപ്റ്റർ പോലും കഴിഞ്ഞ വർഷത്തതില്ല. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിരുന്നു. ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ ഇതൊന്നും കഴിഞ്ഞ തവണ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്റേഴ്സ് എല്ലാം പുതിയ ചാപ്റ്റേഴ്സാണ്. അതിൽ ഹ്യൂമനിസം മുതൽ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി മുതൽ എല്ലാം ഒരു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഒരു ചാപ്റ്റർ പോലും അതിലില്ല. പക്ഷേ നമ്മളുണ്ടാവിന് എന്ത് പേടിക്കുക, നമ്മളിതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒന്ന് പേടിക്കണം കേട്ടോ. അപ്പോൾ ഹ്യൂമനിസം, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, സോഷ്യൽ അനലൈസിസ് ത്രൂ സോഷ്യൽ ഇമാജിനേഷൻ, വെൽത്ത് ആൻഡ് വേൾഡ്, പബ്ലിക് ഒപ്പീനിയൻ, ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞ ചാപ്റ്റേഴ്സാണ്. വലിയ സംഭവം ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആൻഡ് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന ചാപ്റ്റേഴ്സൊക്കെ ആയിരിക്കും ഇതിലുണ്ടായിരിക്കും കേട്ടോ. ഇത് ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ, നിങ്ങൾ പണ്ട് മറ്റേ യൂറോപ്പ് പരിവർത്തന പാതയിൽ നിന്ന് പഠിച്ച ചാപ്റ്ററല്ലേ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ വരാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ലൈക്ക് എമ്പുരാൻ പോലെയാണ്, നമ്മുടെ ലൂസിഫറും എമ്പുരാനും 3rd പാർട്ടും ഉണ്ട്. അതുപോലെ ഓരോ ടോപ്പിക് വൈസായി നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്.
പിന്നെ നിങ്ങൾക്ക് സോഷ്യൽ അനാലിസിസ് ത്രൂ എന്ന് പറഞ്ഞാൽ സോഷ്യോളജിയാണ്. നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങൾ നമുക്ക് എങ്ങനെ പഠിക്കാം, സമൂഹത്തിൽ നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ സിമ്പിൾ ചാപ്റ്റർ. അതായത് സിമ്പിൾ ചാപ്റ്ററിനപ്പുറത്തേക്ക് പിന്നെ നമുക്ക് കുറച്ചും കൂടി പ്രാക്ടിക്കലി പഠിക്കാൻ കഴിയുന്ന ചാപ്റ്റർ. രസമാണ്, വലിയ സംഭവമൊന്നുമില്ല, രസമായിട്ട് പഠിക്കാൻ കഴിയുന്ന ചാപ്റ്റർ കേട്ടോ. ഇനി അതുപോലെ വെൽത്ത് ആൻഡ് വേൾഡ് ഉണ്ട്. വെൽത്ത് ആൻഡ് വേൾഡിൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടാണ് അത്. പിന്നെ രസകരമായ ഒരു ചാപ്റ്ററാണ്. ഇപ്പോൾ നമ്മുടെ ട്രേഡും മെർക്കൻറ്റലിസവും അതുമായി ബന്ധപ്പെട്ട, പിന്നെ വേൾഡിൽ പുതിയ എക്കണോമിക് ഓർഡറിൽ ഇംപീരിയലിസം, അതൊക്കെ നമ്മൾ CBSE വളരെ കണക്റ്റഡുള്ള സംഭവമാണല്ലോ. അതിലാണ് നമ്മൾ എന്താണ് ഫസ്റ്റ് വേൾഡ് വാറിനെ പറ്റി, സെക്കൻഡ് വേൾഡ് വാറിനെ പറ്റിയൊക്കെ നമ്മൾ ആ ചാപ്റ്ററിലാണ് പഠിക്കുന്നത് കേട്ടോ. ഒന്നാം ലോകമായി, കാരണം ഈ ഒരു ശരിക്കും ഒന്നാം ലോകമായതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും കച്ചവടം ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യം. പിന്നെ സെക്കൻഡ് പോസ്റ്റ് വേൾഡ് വാറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. പിന്നെ പബ്ലിക് ഒപ്പീനിയൻ ഡെമോക്രസി എന്നാണ് 5ാമത്തെ ചാപ്റ്റർ. ഇവിടെ നമ്മൾ പ്രധാനമായും പബ്ലിക് ഒപ്പീനിയൻ അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പിയർ ഗ്രൂപ്പ്സ്, മീഡിയ, നമ്മുടെ ശരിക്കും ഇതിൽ നമ്മൾ എനിക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു ചാപ്റ്റർ ഓർമ്മയുണ്ട്, നമ്മുടെ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതുമായി ബന്ധപ്പെട്ട ഒരു കണക്ഷൻസ് ഉള്ള ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ കേട്ടോ. യെസ്, അപ്പോൾ ബേസിക്കലി വലിയ സംഭവമൊന്നുമില്ല. 1-2 ചാപ്റ്റേഴ്സ് വളരെ കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ടാകുമ്പോൾ കുറച്ച് ചാപ്റ്റർ എളുപ്പത്തിൽ പഠിക്കാനുള്ള രീതിയിലും എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ചാപ്റ്റേഴ്സ് അറേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ടെൻഷൻ അടിക്കാൻ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ ടെക്സ്റ്റ് ബുക്കും നിങ്ങളുടെയൊക്കെ സ്കൂളിൽ എത്തിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ടെക്സ്റ്റ് ബുക്ക് എത്തിയോ ഇല്ലേ. പിന്നെ ബേസിക്കലി രണ്ടാമത്തെ കാര്യം, പിന്നെ നിങ്ങളുടെ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്ക് എത്തിയാലും നിങ്ങളുടെ സ്കൂളിൽ പോയി വാങ്ങിക്കാണില്ല അല്ലേ, കാരണം പരീക്ഷ നിങ്ങളെല്ലാവരും വെക്കേഷനിലായിരിക്കും. ടെക്സ്റ്റ് ബുക്ക് ആദ്യം കിട്ടിയ ഒരു സംഭവമൊന്നുമില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തീർന്നത് പോലെ എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യും, പിന്നെ ഗവൺമെൻറ് നിങ്ങൾക്ക് വേണ്ടി നൽകുന്നുണ്ട്. അതൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണം. ഓക്കെ, അപ്പോൾ ഇനിവേ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഡാനി സാറ് മാത്രം അവിടെ കാണുന്നില്ല, അതുകൊണ്ട് സുഹേൽ സാറ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മാത്സിനെ പറ്റി, മാത്സിൽ ഇവിടെ മറന്നു പോയതാട്ടോ, ആകെ മിണ്ടാതൊക്കെയാണ്. ഒരു കട്ടിടുവോ? അപ്പൊ എന്തിനാ കട്ടിടുമെന്ന് മനസ്സിലായത്? അത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. എന്തിനായിരിക്കും പിന്നെ അഷൽ സാർ ഒരു കട്ടിടുമെന്ന് ചോദിച്ചതിന്റെ താഴെ നിങ്ങൾ ഈ വീഡിയോന്റെ ഈ സമയം മെൻഷൻ ചെയ്തിട്ട് താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തായിരിക്കും ആ റീസൺ? ഒരു കട്ടിടുവോ? വീണ്ടും ചോദ്യം, ഒരു കട്ടാ? കട്ട് വേണോ? ഒരു 2 കട്ടായിക്കോട്ടെ. എവിടെ സാധനം കാണിച്ചു? ടെക്സ്റ്റ് എവിടെ? മാത്സ് എവിടെ? എടാ നീ അതൊന്ന് കട്ട് ചെയ്യ്, ഞാനൊന്ന് പറയട്ടെ. അതായത് ഞാൻ 2 ദിവസം എടുത്ത് പഠിച്ചിട്ട് നാളെ പറഞ്ഞുതരാൻ മതിയോ എന്നാണ് അഷൽ സാർ ചോദിക്കുന്നത്. പക്ഷേ അഷൽ സാർ എന്തൊരു സാധനം, ഒരു വേർഡ് പറയുകയാണെങ്കിലും അതിനെപ്പറ്റി കൃത്യമായി പഠിച്ചിട്ടേ പറയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് മുമ്പിലൊന്നും പറയാറില്ല. അണ്ണനെ കിട്ടി. എല്ലാരും ചോദിക്കും ഫിസിക്സ് കിങ് എവിടെയെന്ന്. കിങ് എവിടെയായിരുന്നു? തൽക്കാലം സുഹേൽ 2 വാക്ക് പറഞ്ഞു എന്തിനെ പറ്റി അറിയാം. മതി അല്ലേ? ഓക്കെ, ഇനിയൊന്നുമില്ലല്ലോ പറയാം. അപ്പോൾ ഏറെക്കുറെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ടെക്സ്റ്റ് ബുക്ക് എത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, വേഗം ഒന്ന് വായിക്കാനൊക്കെ നോക്കുക. പിന്നെ ലെറ്റ്സ് സീ നമുക്ക് എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. വലിയ മാറ്റമൊന്നുമില്ല, നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ആരെങ്കിലും നിങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ടെൻഷൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ചുമ്മാ അതൊക്കെ നമ്മുടെ പണ്ട് ഞാൻ നാട്ടുരാജ സിനിമയിൽ മോഹൻലാൽ മറ്റേ കാണിക്കുന്ന ഡയലോഗ് ഉണ്ടല്ലോ, ആ ചുമ്മാ ഒരു ഡയലോഗ് ഇട്ട് ആ എക്സ്പ്രഷനും കാണിച്ചങ്ങ് പോയാൽ മതി. ബാക്കി ഒരുപാട് സമയമുണ്ട്. ആ രീതി നിങ്ങൾ എന്ത് ചെയ്യാം, പഠിക്കുക. സോ ഇനി ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.